ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ കേരള പി എസ് സി ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിലെ ഇലക്ഷൻ പ്രമാണിച്ചിട്ട്. അപ്പോൾ ആ പരീക്ഷകളൊക്കെ തന്നെ നടത്തുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആ നടത്തുന്ന പരീക്ഷകളുടെ എക്സാം ഡേറ്റ്സ് കൂടെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിലേറ്റവും ആദ്യത്തെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എക്സാമിനേഷനാണ് ഇലക്ട്രോണിക്സ് വിങ്ങിൻ്റെ. അത് 10-ാം തീയതി ആയിരുന്നു, ഡിസംബർ 10-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറ്റിയിട്ട് ഫെബ്രുവരി 2-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി കൺഫർമേഷൻ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇനി നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് 19-ാം തീയതി മുതൽ 19 ജനുവരി മുതൽ നമുക്ക് കിട്ടും. പിന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഒരു 8,000 സംതിങ് ഉണ്ട്. പക്ഷേ ഇതിൽ കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമല്ല എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 8,000-ഓളം പേര് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പേര് പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേരുണ്ടാവും. ചിലപ്പോൾ ഇതെന്ന് തന്നെ ചിലപ്പോൾ കുറച്ച് എണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ എല്ലാവരും തന്നെ എക്സാം എഴുതണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ ചില പരീക്ഷകളൊക്കെ ചിലപ്പോൾ സെയിം പോസ്റ്റൊക്കെ കിട്ടിപ്പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും വീണ്ടും എഴുതാൻ വേണ്ടി നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനേക്കാളും എണ്ണം ചെറിയ തോതിൽ കുറയാൻ ചാൻസ് ഉള്ള ഒരുപാട് കുറയില്ല. പിന്നെ ഓൾറെഡി സിലബസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അത് 8-ാം തീയതി ആയിരുന്നു. അതും മാറ്റിയിട്ടുണ്ടായിരുന്നു. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് 3,000-ഓളം പേരുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 24-ാം തീയതിയാണ്. 21-ാം തീയതിയാണ് അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് 11-ാം തീയതി പോസ്റ്റ്പോൺ ചെയ്ത് പബ്ലിക് വർക്ക്സിൻ്റെ അതും ഇതേപോലെ എക്സാം 4-ാം തീയതിയാണ്. അത് 18,000-ഓളം പേര് കൺഫേം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബൈൻഡർ ഗ്രേഡ് 2 SR4ST പ്രിസർവേഷൻ സൂപ്പർവൈസർ അങ്ങനെയുള്ള ഒത്തിരി പരീക്ഷകൾ, ടെക്നിക്കൽ സൂപ്രണ്ട് ഡയറി അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള പരീക്ഷയാണ്. പിന്നെ ഇതല്ലാതെ ഫെബ്രുവരി മാസത്തിലുള്ള പരീക്ഷ എക്സൈസിൽ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് പല ജില്ലകളിലായിട്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അതും ഏതാണ്ട് 7,000-ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എണ്ണം മാറാം. വർക്ക്ഷോപ്പ് അറ്റൻഡർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അതുപോലെ റീജിയണൽ ഓഫീസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ പെഡോണ്ടോണ്ടിക്സ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇതും നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാരൊക്കെ ഒരുപാട് കാത്തിരുന്നൊരു പരീക്ഷയാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയ്ഡറി ആൻഡ് ഡിസൈനിങ് പറഞ്ഞിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റാണ്. അതിൻ്റെ പരീക്ഷ വരുന്നത് 12-നാണ്, ഫെബ്രുവരി 12-നാണ്. അതുപോലെ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ, ജിയോ ഫിസിക്കൽ അസിസ്റ്റൻറ്റ്, മാനേജർ ക്വാളിറ്റി കൺട്രോളിൻ്റെ, ട്രേഡ്സ്മാൻ അഗ്രികൾച്ചർ ഉണ്ട് കേട്ടോ, അതും വരുന്നുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ വരുന്നുണ്ട്. ഫിനാൻസ് അസിസ്റ്റൻറ്റ്, കോപ്പി ഹോൾഡർ, ട്രേഡ്സ്മാൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് വരുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പാർട്ട് 1 അങ്ങനെ ഒരുപാട് പരീക്ഷകൾ. റിസർച്ച് അസിസ്റ്റൻറ്റ്, മീഡിയ മേക്കർ, പ്രൊഫസർ ഇൻ ഹോമിയോപ്പതിക് ഫാർമസി, ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അസിസ്റ്റൻറ്റ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി, ജൂനിയർ ക്ലർക്ക് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി പരീക്ഷകൾ ഫെബ്രുവരിയിൽ 68-ഓളം പരീക്ഷകളാണ് നടക്കുന്നത്. അതിൽ ആ ജൂനിയർ ക്ലർക്കൊക്കെ ഭാഗ്യം നോക്കണേ, ആകെ ഒരൊറ്റ ആളെ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അയാൾ കൺഫേം കൊടുത്ത അയാൾക്ക് ആ ജോലിയും ഉറപ്പായി. അതേപോലെ അസിസ്റ്റൻറ്റ് പാർട്ട് 2 നോക്കുക ആകെ 2 പേരൊക്കെ ഉള്ളൂ. ഇതുപോലൊന്നും നമ്മളുടെ പോസ്റ്റുകളൊന്നും ഇതുപോലെ വലിയ ചില പോസ്റ്റിലൊക്കെ ഉണ്ട് ആകെ 1-2 പേരൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗ്യം. നല്ല സാലറി പാക്കേജൊക്കെ ഉള്ള പരീക്ഷകളൊക്കെ ഇങ്ങനെ എണ്ണം കുറഞ്ഞ ആൾക്കാരൊക്കെ എഴുതുന്ന സമയത്ത് അവിടേക്കാണ് ഭാഗ്യം നമ്മളൊക്കെ കടാക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വരുന്ന പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.